ദേവി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വടക്കേ മൂടാമ്പാടി ഇല്ലത്ത് ഡി ഹരികുമാർ ഭട്ടതിരി. സർവേശ്വകാരകനായ വ്യാഴം 2024 മെയ് 1 മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുന്നു. ഗുരു ചന്ദ്രരാശിയുടെ 2, 5, 7, 9, 11 രാശികളിൽ സഞ്ചരിക്കുമ്പോൾ ഗുണഫലം ഏറിയിരിക്കും. ഈ വർഷത്തിലെ വ്യാഴത്തിൻ്റെ ഗോചരകാലത്ത് മേടം, മകരം, വൃശ്ചികം, കന്നി, കർക്കിടകം ഈ രാശിക്കാർക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കുന്നു. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം. 2024 മെയ് 1 മുതൽ വ്യാഴം മികച്ച ഫലം നൽകുന്നു. ധനലാഭം, കുടുംബസുഖം, സന്തോഷം എന്നിവ ലഭിക്കുന്നു. കുടുംബത്ത് ലക്ഷ്മി വിളയാട്ടം ഉണ്ടാകും. ദൈവാധീനമുള്ള കാലമാണ്. കുടുംബത്തിൽ മംഗളകർമ്മം നടക്കും. വിവാഹം കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹപ്രാപ്തി. സ്ഥലം, വാഹനം, വീട് വയ്ക്കൽ, ആഡംബര വസ്തുക്കൾ എന്നിവ ലഭിക്കും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾക്ക് യോജിപ്പുണ്ടാകും. ബാങ്ക് നിക്ഷേപം വർദ്ധിക്കും. അവകാശപ്പെട്ട സ്വത്തുക്കൾ കൈവശം വരും. ബിസിനസ്സിൽ പണം മുടക്കാവുന്ന കാലമാണ്. ലാഭം തീർച്ചയായും കൊയ്യാം. പുതിയ ബിസിനസ് സംരംഭത്തിൽ പ്രവേശിക്കാം. സ്ഥിരജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കും. ജോലിയിൽ തുടരുന്നവർക്ക് ജോലിക്കയറ്റം ലഭിക്കും. വ്യവഹാരങ്ങളിൽ നേട്ടം ലഭിക്കും. നറുക്കെടുപ്പിൽ വിജയമുണ്ടാകും. വിദേശയാത്രയ്ക്ക് വഴിയൊരുങ്ങും. കുടുംബത്തോടൊപ്പം വിദേശത്ത് താമസിക്കാൻ അവസരം ലഭിക്കും. അനുരാഗം വിവാഹത്തിൽ കലാശിക്കും. വിദ്യാഭ്യാസ രംഗത്ത് വിജയം വരിക്കും. ആഗ്രഹിക്കുന്ന ഉപരിപഠനം നടക്കും. മേടക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം എല്ലാ ഐശ്വര്യങ്ങളും നൽകും. കർക്കിടകക്കൂറ് പുണർതം, കാല്, പൂയം, ആയില്യം. വ്യാഴം മേടത്തിൽ നിന്നും ഇടവത്തിലേക്കുള്ള മാറ്റം കർക്കിടകക്കൂറുകാർക്ക് സന്തോഷാനുഭവങ്ങൾ നൽകും. 2024 മെയ് 1 മുൻപുള്ള വ്യാഴത്തിൻ്റെ 10ലെ സ്ഥിതി മാറി ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്ന സ്ഥിതിയാണ്. ഈ കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം സമ്പത്ത്, ഐശ്വര്യം, കീർത്തി, അഭീഷ്ടസിദ്ധി എന്നിവ നൽകുന്നു. തൊടുന്നതെല്ലാം ലാഭത്തിൽ കലാശിക്കും. കുടുംബജീവിതം സന്തോഷകരം. സാമ്പത്തിക നില ഉയരും. വരുമാനത്തിൽ വർധനമുണ്ടാകും. നറുക്കെടുപ്പുകൾ, ചിട്ടി എന്നിവയിൽ വിജയിക്കും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ലാഭം പ്രതീക്ഷിക്കാം. വീട്, വാഹനം എന്നിവ ഒന്നുചേരും. പ്രതീക്ഷിച്ച വിവാഹം നടക്കും. സന്താന ജനനമുണ്ടാകും. ഭാര്യ ഭർത്തൃ ഐക്യം ഉണ്ടാകും. ബിസിനസ്സിൽ പ്രതീക്ഷിക്കാത്ത ലാഭം. വിവാദങ്ങളിൽ ചെന്ന് പെടരുത്. ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. അഷ്ടമശനിക്കാലമാണ്. പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് ജീവിത പുരോഗതി, സമ്പൽ സമൃദ്ധി എന്നിവ ഈ വ്യാഴമാറ്റത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. കന്നിക്കൂറ് ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര. ഈ വർഷത്തെ വ്യാഴമാറ്റം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കാണ്. വ്യാഴം ഭാഗ്യസ്ഥാനമായ 9 പ്രവേശിക്കുന്നു. സർവ സൗഭാഗ്യസിദ്ധിയാണ് ഫലം. എല്ലാ രംഗങ്ങളിലും വിജയം, കീർത്തി, അംഗീകാരം, പൊതുജന മതിപ്പ് ഇവ ഉണ്ടാകും. സേവനത്തിന് സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കും. വിരോധികൾ സ്നേഹിതരാകും. പല സ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കും. കുറച്ചു കാലമായി കാത്തിരുന്ന തൊഴിലിലുള്ള സ്ഥലം മാറ്റം സാധിക്കും. സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യം ലഭിക്കും. സഹപ്രവർത്തകരുമായി ഇണങ്ങിപ്പോകും. പണം കൊടുത്ത് പൂർവിക സ്വത്ത് വാങ്ങും. പരിശ്രമങ്ങൾക്ക് ഏറെ ഫലം ഉണ്ടാകും. ജീവിത നിലവാരം പ്രതീക്ഷിച്ചതിലും ഉയരും. വിദേശ ബന്ധമുള്ള വ്യാപാര മേഖലകളിൽ വിജയിക്കും. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് എന്നീ മേഖലകളിൽ വിജയം വരിക്കും. ശത്രുശല്യം കുറയും. കടം തീരും. കുടുംബത്തോടൊപ്പം വിദേശത്ത് താമസിക്കുവാൻ കഴിയും. ദമ്പതികൾ ഒരുമയോടുകൂടി കഴിയും.
ലോൺ ആവശ്യപ്പെടുന്നവർക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം നടത്താൻ കഴിയും. ഗവേഷകർക്ക് അനുകൂലമായ സമയം. കഴിഞ്ഞ വർഷത്തെ വ്യാഴമാറ്റത്തിൽ നിന്നും ദുരിതഫലങ്ങളിൽ നിന്നും ഒരു നല്ല മാറ്റം ഈ വ്യാഴമാറ്റത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂറ് വിശാഖം 4-ാം പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ഗുരു 2024 മെയ് 1 7-ാം രാശിയായ ഇടവത്തിലേക്ക് പകരുന്നു. ഏറ്റവും സന്തോഷകരമായ കാലമാണ്. ഏറെ ഫലങ്ങൾ നൽകുന്നതാണ് ഈ വ്യാഴമാറ്റം. അവിവാഹിതർക്ക് വിവാഹം നടക്കും. ദാമ്പത്തികമായ ഐക്യം, സൗഖ്യം ഇവ ലഭിക്കും. ജീവിതത്തിൽ അനവധി അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കും. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറും. കടത്തിൽ നിന്ന് മോചനം ലഭിക്കും. പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾ യോജിക്കും. സ്വന്തമായൊരു നല്ല ഭവനം എന്ന ആഗ്രഹം സഫലീകരിക്കും. ആഭരണങ്ങൾ, വസ്തുവകകൾ, വാഹനം എന്നിവ വാങ്ങും. സൽസന്തതി ജനനം വീട്ടിൽ ഉണ്ടാകും. കച്ചവടത്തിൽ ലാഭം. റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നും ആദായം എന്നിവ പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. ജോലിയിൽ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലം. പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട്. ജീവിതത്തിൽ വിജയമുണ്ടാകും. മകരക്കൂറ് ഉത്രാടത്തിൽ 3/4, തിരുവോണം, അവിട്ടം 1/2 ഭാഗം. ഈ വർഷം വ്യാഴം 5-ാം രാശിയായ ഇടവത്തിലേക്ക് പ്രവേശിക്കുന്നു. മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ തരും. വിവാഹം, പുത്രജനനം ഇവ നടക്കും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുക, ഗൃഹനിർമ്മാണം, ആഡംബര വസ്തുക്കൾ എന്നിവ ലഭിക്കും. തൊഴിൽ അന്വേഷണം പ്രാപ്തിയിലെത്തും. സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോണ് ലഭിക്കും. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. 7-ര ശനിക്കാലമായതിനാൽ എല്ലാത്തിലും സൂക്ഷ്മത പുലർത്തണം. ജാമ്യം ആർക്കും വേണ്ടി നിൽക്കരുത്. കോടതി കേസുകൾ അനുകൂലമായി വിധിയുണ്ടാകും. അർഹതപ്പെട്ട സ്വത്ത് ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കും. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. പഠിത്തത്തിൽ അലസത ബാധിക്കരുത്. വിദേശത്ത് പോകാനുള്ള തടസ്സം മാറും. ആഗ്രഹിക്കുന്ന പ്രകാരം വിദേശത്ത് പോകാൻ വിസ ലഭിക്കും. ജീവിത പുരോഗതി നേടുമ്പോൾ ആളുകൾ അസൂയപ്പെടും. ഭാര്യാഭർത്തൃബന്ധം രമ്യതയിലായിരിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. ഭക്തി ബഹുമാനത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും വിജയിക്കും.